ഇത് തെമാടിത്തരാം. വെളുപ്പാൻ കാലം മുതൽ കുത്തിയിരുന്നിട്ട് മീൻ തരില്ലാന്ന് വെച്ചാ ആ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആര് വന്നാലും വക്കച്ച മുതലാളി മരിക്കാൻ പറ്റില്ല. നമ്മുടെ തലയിലെഴുത്ത്. തലയിലെഴുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒടുക്ക എല്ലാരും പട്ടിണി കിടന്ന് ചാവും. നിങ്ങളുടെ ആണുങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചെന്താ? പണ്ട് കുറെ ഭരിച്ചതല്ലേ ഈ തുറ. എന്നിട്ടിപ്പോ അവരെവിടെ? മോനച്ചായനും കുട്ടപ്പായി രാവിലെ മുതൽ തുടങ്ങിയ കുടിയാ. ഇനി ഏത് പാതിരാത്രിക്കാണോ എഴിഞ്ഞു വരിക? ചേച്ചിമാരേ, ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ തങ്കമണി ചേച്ചിയുടെ ചെരുവത്തിന് എന്താണ് ഒരു വളവ്? അത് നിന്റെ വളഞ്ഞ കണ്ണോണ്ട് നോക്കിട്ടാടാ. വെറും കൈയോടെ പോകുമ്പോഴാ അവന്റെ ഒരു കിന്നാരം. ആര് പറഞ്ഞു വെറും കൈയോടെ പോണോന്ന്? ഇവിടെ ആരും വെറും കൈയോടെ പോകരുത്. ഞങ്ങള് സമ്മതിക്കില്ല. ഇഷ്ടം പോലെ മണലല്ലേ കിടക്കുന്നത്, ആവശ്യത്തിന് വാരിക്കൊണ്ട് പൊയ്ക്കോ. മണലിനൊക്കെ ഇപ്പൊ എന്താ വില? എടാ നിന്റെയൊക്കെ മുതലാളിക്ക് ഇപ്പൊ ഞങ്ങളെയൊന്നും കണ്ട് ഭാവില്ലല്ലോടാ. അതെ ചേച്ചി, അങ്ങേർക്ക് ഒന്ന് പരസ്യമായിട്ട് കൊഞ്ചാൻ പറ്റുമോ? മുതലാളിയായി പോയില്ലേ? അതാണ് ബുദ്ധിയുള്ളവര് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. കേട്ടോ ചേച്ചി? ആസത്തെ മീൻ തരാത്ത കാര്യം ഞങ്ങള് പറഞ്ഞത്. മീനായാലും ഇറച്ചിയായാലും കൊടുത്താലല്ലേ കിട്ടൂ. അല്ലേ ബോസ്കണ്ണ? പിന്നെ ക്ഷണിക്കാതെ വന്നാൽ ഉണ്ണാതെ പോവാ. മതിയടാ വർത്താനം. എടാ ബോസ്കോ, എടാ അപ്പച്ചൻകുട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി വക്കച്ച മുതലാളിക്ക് അവസാനം പാട്ടി നടന്നു. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ നേരെ വർത്താനത്തിന് വന്നാലുണ്ടല്ലോ. വർത്താനത്തിന് വന്നാൽ എടി ക്ലാരേ. അയ്യോ, ഇവിടെ ഈ പിശാശ് കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോയില്ലായിരുന്നോ? അണ്ണാ, ഇവനും വളച്ചു തുടങ്ങിയോ? എന്താ ചേച്ചി, ഇന്നും നിനക്ക് നല്ല കോളാണല്ലോ. ബോസ്കണ്ണന്റെ ഒരു ഭാഗ്യം. ഭാര്യമാരായാലും ഇങ്ങനെ തന്നെ വേണം. എടാ അപ്പച്ചൻകുട്ടാ, ശവത്തെ കുത്തല്ലേ Okay, കൂട്ടാ. no problem. ഹായ് മോളു, ഇന്ന് ചേട്ടൻ വരുമ്പോ കുറച്ച് വൈകുവേ. താൻ വന്നില്ലേലും കുഴപ്പമില്ല. കള്ളും കുടിച്ച് വന്നേക്കരുത്, ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഓടുന്ന്. അതെ, ഇന്ന് വൈകുന്നേരം ഒരു മരണമുണ്ട് കേട്ടോ. അകത്ത് അടി കിട്ടിയതിന്റെ ആഘോഷം വലുതും ആണോ? പിന്നെ അടി കൊണ്ടത് ആഘോഷിക്കാതിരിക്കോ? നീ വണ്ടി നിർത്ത്. ചവിട്ടിട്ട് നിക്കണില്ല. നമ്മള് താമസിച്ചില്ലല്ലോ. പെട്ടെന്ന് വടാ, കൈ വിറയ്ക്കുന്നു. തല്ല് കുറെ കൊണ്ടെങ്കിലും ജോണിക്കുട്ടി ആളൊരു ശുദ്ധന മാത്രമാണോ നമ്മുടെ കാണപ്പെട്ട ദൈവം? ഈ പാടി കൊണ്ട് മോന്തര ഷേപ്പ് മാറി കാണും. എന്റെ അർത്ഥങ്ങൾ പുണ്യാളാ. എന്നെ വിളിച്ചാ? പുണ്യാളിനെ വിളിച്ചതാ. ഈ വക്കച്ച മുതലാളിയും ജോണിക്കുട്ടി മരിച്ച് നരകത്തിൽ വരുമ്പോ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. സ്വത്രം സൂത്രം. ജോണിക്കുട്ടി മുതലാളി. എല്ലാരും ഉണ്ടല്ലോ, അടിപൊളി. എന്നാലും എന്റെ ജോണിക്കുട്ടി മുതലാളി, ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ. എന്തിനാ മുതലാളി തല്ലാൻ പോണ കാര്യം ഞങ്ങളോട് മറച്ചു വെച്ചു. മുതലാളി ഇങ്ങനെ തല്ലുകൊള്ളാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ മുതലാളിയുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നടക്കുന്നത്? കണ്ടില്ലേ, ഈ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റണല്ല. ഇങ്ങനെ താണ പോസ്കണ്ണ. അപ്പച്ചൻകുട്ടാ, സോഡ ഒഴിച്ചടിക്കടാ. അത് കളാ. സോഡ വെച്ച് തന്നെ ഫിറ്റാക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇവനെന്ത് ഊരക്കേടായി പറയുന്നേ? പിന്നെ വിവരക്കേട്. ഞാൻ ആദ്യം റമ്മിനകത്ത് സോഡ ഒഴിച്ച് കഴിച്ചു. ഓട്ടന്നെ ഫിറ്റായി പോയി. എങ്ങനെ ഫിറ്റാതിരിക്കും? റമ്മിനകത്ത് ബ്രാൻഡി അല്ലേ ഒഴിക്കേണ്ടത്? പിന്നെ ബ്രാൻഡിക്കകത്ത് സോഡ ഒഴിച്ച് കഴിച്ച് അപ്പൊ തന്നെ ഛർദിച്ച്. പിന്നെ ഒരു ദിവസം നമ്മുടെ വക്കച്ച മുതലാളിയുടെ കൂടെ വിസ്റ്റിക്കകത്ത് ഒരു ഇച്ചിരി സോഡ വെച്ച് വെച്ചുള്ളൂ. ദേ കിടക്കണ്. പിന്നെ ഈ സ്റ്റീഫനും ഡല്ലാസിനെ ചുമന്ന് വീട്ടിക്കൊണ്ടുപോയി. അല്ലേ ഡല്ലാസേ? ഇനി സോഡ വെച്ച് കഴിക്കണ പരിപാടിയില്ല. അങ്ങനെ അപ്പച്ചൻകുട്ടനെ ആരും ഉന്മത്തനാക്കാൻ നോക്കണ്ട. കേട്ടോ മുതലാളി, ഉള്ളത് പറയാലോ, ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു കുടിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയ്യോ, ഞാൻ സോഡ ഒഴിച്ചല്ലോ കഴിച്ചത്. തല കറങ്ങണല്ലോ. അപായം നോക്കുമ്പോ അപായം നോക്കണം. കുഞ്ഞുമോനിപ്പോ എവിടെയുള്ളത്? അതെനിക്കറിയില്ല. പക്ഷെ അവൻ രണ്ടും കൽപ്പിച്ച ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ അവനെ നേരിടുന്നത് ബുദ്ധിയല്ല, തുറ മുഴുവൻ അവന്റെ കൂടെയല്ലേ. കാറ്റ് മാറി വീശിയിരിക്കുക മുതലാളി. ഓഹോ, തല്ലും കൊണ്ടിട്ട് ഇവിടെ വന്നിരുന്ന് വലിച്ചു കയറ്റിയ എല്ലാവന്മാരും കൂടെ. ആരത്? നിന്റെ അപ്പൻ. താങ്ക് യു മുതലാളി. പൂവാടി പെണ്ണെ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ, അച്ചപ്പൻ കോലപ്പൻ വട്ടേപ്പൻ ചുട്ടിട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ. അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ, അച്ചപ്പൻ കോയിലപ്പൻ വട്ടേപ്പൻ ചുട്ടിട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ. അങ്ങനെ വക്കച്ചൻ വെറും വെടക്കച്ചനായി. ഇനി അടുത്ത കാലത്തൊന്നും തലപൊക്കത്തില്ല. സന്തോഷമായി കുഞ്ഞുമോനെ. കാലം മാറിയിട്ടും കൂലി മാറിയിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞു. ഏതായാലും പ്രശ്നം തീരുന്നല്ലോ. കുഞ്ഞുമോനെ വിലക്കിയിരിക്കല്ലേ? എന്ത് വിലക്കാൻ? വിലക്കാനെന്താ കുഞ്ഞുമോൻ സിനിമ കാണണ? കുഞ്ഞുമോനെ, നിനക്ക് ഇഷ്ടമുള്ള വഞ്ചി പോയിക്കോ. ആരാ വിലക്കാൻ വരുന്നത് നമുക്കൊന്ന് നോക്കാലോ. വേണ്ട, തൽക്കാലം ഞാൻ കരയെ തന്നെ നിന്നോളാം. കടലിനെ ശാസിച്ചു നിർത്താൻ കഴിവുണ്ടായിരുന്ന അന്തോണി തരകന്റെ മോനാ നീ. നീ പോകണ്ട.
കടലമ്മ എല്ലാം ഇവിടെ നിന്ന് കാഴ്ച കൊണ്ടു തരും. പക്ഷെ നീ തരകനാകണം. തകരാനോ? ആ നേരത്തെ പറഞ്ഞതാണല്ലോ തരകൻ. അതെ അതെ, അന്തോണി ചായനെ പോലെ. അതൊക്കെ പിന്നത്തെ കാര്യം. എന്തിന് പിന്നെ ആക്കണം? നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. അന്തോണിച്ചായൻ എന്റെ കുടുംബത്തിന് ചെയ്ത സഹായത്തിന്റെ ഒരു അംശം പോലും ആവില്ല അത്. ഒരു കൂട്ട ആത്മഹത്യ അതേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അപ്പന് മുമ്പിൽ ഒരു വഴി. പക്ഷെ അന്തോണിച്ചും വിട്ടില്ല, ഏറ്റെടുത്തു എല്ലാം. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുമോൻ തരകനാവാൻ? ഒന്നും വേണ്ട, ഈ സ്നേഹം തന്നെ ധാരാളാ. വക്കച്ചന്റെ അടുത്ത നീക്കം എന്താന്ന് നോക്കട്ടെ. ഇനി നമ്മളായിട്ട് പുതിയതൊന്നും തുടങ്ങി വെക്കണ്ട. എന്തായാലും കുഞ്ഞോന്റെ വരവോടുകൂടി ഈ തൊറയൊന്ന് ഉണർന്നു അല്ലേ? വരാനെന്ന് പറയാൻ എന്തായിരിക്കുന്നത്? ഇവൻ നമ്മുടെ കൊച്ചല്ലേ, നമ്മുടെ അന്തോണിച്ചന്റെ കൊച്ച്. അതെ ചേട്ടായോ, ഇത് കള്ളു തന്നെയാണോ അതോ മലേഷ്യൻ ബേസ് കലക്കിയതാണോ? കുഞ്ഞുമോനെ, ഞങ്ങളോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി. ഇനി ഞങ്ങൾ വക്കച്ചനോട് നിൽക്കില്ല. ഞങ്ങളെ കൈവിടരുത്. അതെ, ഞങ്ങളെ കൈവിടല്. ഞാൻ കൈവിടണല്ല, നീ എന്റെ കാലുവിട്. ഇല്ല, ക്ഷമിച്ചെന്ന് പറയാതെ ഞങ്ങൾ വിടില്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഇനി കുഞ്ഞുമോനാ ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ ആ വക്കച്ച മുതലാളിയെ തെറി പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി കൊന്നാലും ഞങ്ങൾ തുറക്കാരെ ഒറ്റ കെട്ടാക്കില്ല. എന്ത്? ഒറ്റ പറ്റി കൊടുക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. ഒറ്റ കൊടുക്കില്ല. നിന്റെ ക്ലാറ്റിമിറ്റി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. നീ ആ ലേല സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ബോസ്കോണ്ടാ നിനക്കറിയില്ലടാ പട്ടി, ഞങ്ങളുടെ വക്കച്ച മുതലാളി ആരാണെന്ന്. മുതലാളിയോട് കളിച്ചവരാരും ഈ തുറന്ന് ജീവനോടെ പോയിട്ടില്ലടാ. നീയൊക്കെ ചാകാൻ വേണ്ടി വന്നാണോടാ തെണ്ടി. ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കടൽ മമ്മിയാണ് സത്യം. ഒരു മാപ്പ് കൊടുത്തേര് കുഞ്ഞുമോനെ. എന്താടാ ഇത്? OPR, ഒരു ഗതിയും പരഗതിയും കിട്ടാത്തവരുടെ റമ്മ് കൂടെ സോഡ. നമ്മൾ ലിക്കർ കഴിക്കുമ്പോൾ നിർബന്ധമായി സോഡ ഒഴിച്ചിരിക്കണം. കാരണം ആൽക്കഹോൾ ഈസ് കൺസ്യൂമർ ഹെൽത്ത് ഓഫ് ഹെൽത്ത്. യു ആർ എ വെരി ഗുഡ് റാസ്കൽ. താങ്ക് യു. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് വിവരം വെച്ചെന്ന്? തല്ലു മേടിച്ചിട്ടാണ് തിരിച്ചു വന്നല്ലോ. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അശോക, ഓളക്കണ്ടത്തിൽ അഴുക്കും പൊടിയൊക്കെ ഇവരുടെ ദേഹത്ത് നന്നായിട്ട് കാണും. ഒന്ന് പൊടി തട്ടിയെടുത്തേക്ക്. അശോകനെ, സോഡ വേണോ വെള്ളം വേണോ? താങ്ക് യു. 20 വർഷമായില്ലേ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്? അതെ, എങ്ങനെ മനസ്സിലായി? വിശ്വാസം അതല്ലേ എല്ലാം. ജോണിക്കുട്ടി മുതലാളി, തന്തയ്ക്ക് പറക്കാത്തവരെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ? പൊയ്ക്കോ നാറികളെ. ഞങ്ങള് പോവില്ല, ഉറപ്പാ. തെറ്റ് പറ്റിപ്പോയി ജോണിക്കുട്ടി മുതലാളി. തെറ്റു പറ്റിപ്പോയതാ ജോണിക്കുട്ടി മുതലാളി. തുറക്കാരും മുഴുവനും കൂടി ഞങ്ങളെ പുറത്താക്കോന്നായപ്പോ വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ ആ ചെറ്റ കുഞ്ഞുമന് കൂടെ കൂടിയത്. എന്നിട്ടിപ്പോ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. പട്ടിണിയാ, മുഴു പട്ടിണി. ഓഹോ, എന്നിട്ടന്ന് കടപ്പുറത്ത് വെച്ച് അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അല്ല അത് പിന്നെ നല്ല ഓർമ്മയുണ്ട് ബോസ്കണ്ണാ. നീ ആരാന്നാണ് നിന്റെ വിചാരം? കടലിൽ നിന്റെ അപ്പന്റെ വകയാണോ തെണ്ടി? ഒരു മുതലാളി വന്നേക്കുന്നു പോളക്കണ്ടത്തിൽ വക്കച്ചൻ മുതലാളി. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെയാണെന്ന് ഉപയോഗിച്ചത്. അബദ്ധം പറ്റിപ്പോയി മുതലാളി. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഓരോന്ന് വെച്ച് അടിക്കേ. ഇതാണ് പറയുന്നത് അടി കൊള്ളുകയാണെ മോതിരയിട്ട് കൈകൊണ്ട് കൊള്ളണമെന്ന്. എന്നിട്ട് വേണം ആ മോതിരത്തിന്റെ പാടുകൂടെ കവളത്ത് വരാൻ. എന്റെ ബോസ്കണ്ണ, ഈ വിവരക്കേട് പറച്ചിൽ ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. എന്ത് വിവരക്കേടാണ് ഞാൻ പറഞ്ഞത്? ബോസ്കോ വിവരക്കേട് പറഞ്ഞോട്ടെ എന്റെ അപ്പച്ചൻകുട്ട.